വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യം മാറിയ ഒരു മാറ്റം, എന്ത് മാറ്റമാണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും പല കമ്മികളും സുഡാപ്പികളും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യം ഏത് തരത്തിലാണ് മാറിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരു ദുരന്തർ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമ ഒരു പ്രപ്പഗാൻഡ സിനിമയാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ ആ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് പോർട്രേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് ചോദിച്ചേട്ടാ. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയില് ചിദംബരം, ഞാനത് സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട്, ചിദംബരത്തിനോട് ചോദിക്കുകയാണ്, നമ്മുടെ സമാജ്വാദി പാർട്ടിയിലെ UP-യുടെ കാലത്ത് സമാജ്വാദി പാർട്ടിയിലെ RJDയുടെ MP ആയിട്ടുള്ള ഒരാൾ ചിദംബരത്തിനോട് ചോദിക്കുകയാണ്, ഹൗ പാകിസ്ഥാൻ ഈസ് പ്രിന്റിംഗ് ഫേക്ക് ഇന്ത്യൻ കറൻസി വിത്ത് സെയിം ഇങ്ക് ആൻഡ് പേപ്പർ. നമ്മൾ ഉപയോഗിക്കുന്ന അതേ പേപ്പറും നമ്മൾ ഉപയോഗിക്കുന്ന അതേ മഷിയും ഉപയോഗിച്ച് പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ കറൻസി അടിക്കുന്നത്? അപ്പൊ ചിദംബരം ഹെൽപ്ലെസ് ആയിട്ട് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, പാകിസ്ഥാൻ അങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ദം എന്നാണ് ചിദംബരം ചോദിക്കുന്നത്. അത് ഗതികെട്ട ഒരു സാഹചര്യമായിരുന്നു അത്. അപ്പൊ അവിടെ നിന്ന് ചിദംബരം പറയുന്നുണ്ട്, അവർ അടിക്കുന്നു, എന്നിട്ട് അവർ നമ്മളെ ബോർഡർ വഴി കൊണ്ടുവരുന്നു, നേപ്പാൾ വഴി ഉത്തർപ്രദേശിലും ബീഹാറും വഴി വരുന്നു, അവിടെയുള്ള മാഫിയ സംഘം, ചിദംബരത്തിന് റൂട്ടൊക്കെ അറിയാം കൃത്യമായിട്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കാര്യങ്ങൾ പോയിരിക്കുന്ന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറാച്ചിയിലെ സിന്ധ് റേഞ്ചേഴ്സ് കോമ്പൗണ്ടിൽ ഒരു ഭീകരാക്രമണം അടുത്തിടെ ഉണ്ടായി. ഭീകരാക്രമണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന ഒരു ഭീകരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭീകരാക്രമണത്തിന് ശേഷം ആ ഭീകര സംഘടന ഖർജി, അതായത് ഇന്ത്യ സ്പോൺസർ ചെയ്ത ഖർജി, അതാണ് ആ ഭീകരാക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ നിലവിൽ പറയുന്നത്. അതായത് ഈ നമ്മുടെ രാജ്യത്തിനകത്ത് കയറി നമ്മളെ അജ്ഞാതരെ വെച്ച് തീർക്കുകയും നമ്മളെ തീർക്കാനായിട്ട് ഇതിനകത്തുള്ള ഭീകര സംഘടനകളെ ഇന്ത്യ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ആരെയും സ്പോൺസർ ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ അതിന്റെ ഒരു പണി ഞങ്ങൾക്കില്ല, അടിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് തന്നെ അടിച്ചിരിക്കും, ഖർമേം ഖുസ്കർ മാരേങ്ക എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട നയം എന്നാണ് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ ഇതുപോലൊരു ആരോപണം ഉന്നയിച്ചു, അഫ്ഗാനിസ്ഥാൻ മെഡിക്കൽ ബോക്സുകളിൽ ഇന്ത്യ ഡ്രോൺ കൊടുക്കുന്നുണ്ട്, ആ ഡ്രോൺ വെച്ചാണ് അഫ്ഗാനിസ്ഥാൻ ഞങ്ങളെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊരു ആദ്യത്തെ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മളൊരു ഭീകര സംഘടനയെ സ്പോൺസർ ചെയ്യുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ പറയുക, അങ്ങനെ ഭീകര സംഘടനയെ സ്പോൺസർ ചെയ്ത് ആ ഭീകര സംഘടനയെ പരിപോഷിപ്പിച്ച് പാകിസ്ഥാനെതിരെ തിരിച്ചുവിടുക, അത് എനിക്ക് തോന്നുന്നു അത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമായിരിക്കും എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. ഇത് ഇന്ത്യയാണ് ചെയ്തത് എന്ന് ഈ ന്യൂസ് ഇന്ത്യ മലയാളവും പറയുന്നില്ല, ഇന്ത്യയും പറയുന്നില്ല, പക്ഷെ പാകിസ്ഥാൻ ഇങ്ങനെ ആരോപിക്കുകയാണ്. കാരണം എന്താ അറിയോ, നമ്മളിപ്പോ നമ്മുടെ ഒരു ആവേശത്തിന് ഇന്ത്യയാണ് ഇത് ചെയ്തത്, വാടാ ധൈര്യമുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളും ഈ ആൾക്കാരെ മറ്റേ ഒന്ന് എന്താ പറയാ രോമാഞ്ച കഞ്ചുകിതരാക്കാനായിട്ട് ഇങ്ങനത്തെ ഡയലോഗ് അടിക്കും. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ചിലപ്പോൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ വാർത്ത ട്രാൻസ്ലേറ്റ് ചെയ്ത് പാകിസ്ഥാന്റെ സൈറ്റിൽ കാണാൻ പറ്റും, ഇന്ത്യൻ മാധ്യമങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാര് ചിലപ്പോൾ അങ്ങനെ, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിലവിൽ ഇതിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ്, യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്, ഇത് യഥാർത്ഥത്തിലുള്ളതാണ്? ഇത് ധനുഷ് ആദ്യം സൂചിപ്പിച്ച പോലെ ഇതൊരു ചെറിയ സംഭവം, ഒരു ഭയങ്കര സംഭവമായി പോയത്. ഇത് കറാച്ചിയിലുള്ള ബിട്ടായി വിങ് എന്ന് പറയുന്ന ഈ സിന്ധ് പാക് റേഞ്ചേഴ്സിന്റെ കോമ്പൗണ്ടിന്റെ മെയിൻ ഗേറ്റിലൂടെ ജൂൺ 27 വൈകുന്നേരം ഒരു വാഹനം ഇടിച്ചു കയറി വരികയാണ്. ഈ സിനിമയിലൊക്കെ നമ്മൾ കാണത്തില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊരു സൈനിക താവളമാണ്. സൈനിക താവളത്തിനകത്തേക്ക് ഒരു വാഹനം ഇടിച്ചു കയറി വരുന്നു, അതിനകത്ത് നിന്ന് കുറെ പേർ പുറത്തേക്ക് ഇറങ്ങുന്നു, അവർ തുരുതുര വെടിവെക്കുകയും ഗ്രനേഡ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 90 മിനിറ്റോളം അവിടെ വെടിവെപ്പ് നടന്നു. അതിൽ 6 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ട് 6 പേര് കൊല്ലപ്പെട്ടു, 6 ഭീകരർ കൊല്ലപ്പെട്ടു, ഒരാളെ പിടികൂടി എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെ പാകിസ്ഥാന്റെ ഒരു സൈനികപരമായ സുരക്ഷ ഇല്ലെങ്കിൽ അവരുടെ ആ സുരക്ഷാ വീഴ്ചയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് തന്നെ കാണാം. അതുകൊണ്ടാണ് ഞാൻ ആ സംഭവം എടുത്തു പറഞ്ഞത്. കാരണം ഒരു വാഹനം കൊണ്ടുവന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു സംഭവമായി പോയത്. അതിന് പിന്നാലെ പാകിസ്ഥാൻ ഒരു വലിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അവർ പറയുന്നത് ജമാഅത്തുൽ അസർ, ഈ ജമാഅത്തുൽ അസർ എന്ന് പറയുന്നത് ഇന്ത്യ രൂപം കൊടുത്ത ഒരു സംഘടനയാണ്, ഇന്ത്യയുടെ പ്രോക്സി ആയിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ്. അതിന് പറയാനൊരു അവർ കണക്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. 2014 ഈ സംഘടന രൂപീകരിക്കുന്നത്. 2014 നമ്മുടെ രാജ്യത്ത് ഒരു ഭരണമാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ 2014 ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത്. TTP-യിൽ നിന്നാണ് ഇവർ പിളർന്നു പോകുന്നത്. ഏതാ തെഹരിക്ക് താലിബാൻ എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നാണ് ഇവർ പിളർന്നു പോകുന്നത്. ഈ തെഹരിക്ക് താലിബാനും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്ത്യയുടെ പ്രോക്സികളാണെന്നാണ് ഇതുവരെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 2014 വരുന്നു. 2014 വരുമ്പോഴത്തേനും TTP പിളരുന്നു നിന്ന് അടുത്തൊരു സംഘടന, അങ്ങനെയാണല്ലോ ഭീകര സംഘടന രൂപീകരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ഭീകര സംഘടന പിരിഞ്ഞ് പോകുന്നവരാണ് അടുത്ത സംഘടന.
അപ്പോൾ ജമാഅത്തെ ഉൽ അസർ എന്ന് പറയുന്ന സംഘടന രൂപീകൃതമാകുന്നു. ഈ സംഘടന ചെറിയ സംഘടനയല്ല, ഇവർ തുടങ്ങിയ കാലം മുതലുള്ള ആക്രമണമാണ്. പക്ഷെ ഇവർ 2015-17 കാലഘട്ടം വന്നപ്പോൾ ഇവരുടെ പാറ്റേൺ മാറ്റി ഇവർ ചാവേർ ആക്രമണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് വരെ ഇവർ സൈന്യത്തെയും കൊല്ലുക, ഈ ചൈനീസ് പട്ടാളക്കാരെയൊക്കെ കൊല്ലുന്നതിൽ ഇവന്മാരാണ് മെയിൻ, ചൈനീസ് എഞ്ചിനീയർമാരെയൊക്കെ പാകിസ്ഥാനിൽ കൊല്ലുന്നതൊക്കെ. പിന്നീട് ഇവരുടെ പാറ്റേൺ മാറ്റുകയും ചാവേർ ആക്രമണം കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ട് മാറി. ഇവർ കൂടുതലായി ലക്ഷ്യം വെക്കുന്നത് പാക് സൈന്യത്തെയാണ്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഇവർ വീണ്ടും അവരുടെ മാതൃസംഘടനയിലേക്ക് മടങ്ങി, TTP-യിലേക്ക് ഇവർ മടങ്ങി. പക്ഷെ ആ ഒരു വിങ് അതിലേക്ക് നിലനിർത്തിയിട്ടുണ്ട്. ഇത് TTP-യിലേക്ക് മടങ്ങി. ഇതാണ് ഈ സംഘടനയെ കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായി ലഭിക്കുന്ന ഒരു കാര്യം. ഈ സംഘടനയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു അറ്റാക്ക് നടത്തി. അത് ഒന്നല്ല, തുടർച്ചയായിട്ടുള്ള ബോംബ് സ്ഫോടനം നടത്തി. അതിനുശേഷമാണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലേക്ക് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഇന്ന് 10-30 പേര് അത് കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ സാഹചര്യം. ഇപ്പൊ പുതിയൊരു ഇതുവരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഈ പറയുന്ന ഭീകര പ്രവർത്തനങ്ങളിലെല്ലാം പിന്നിൽ ഇന്ത്യ ആണെന്നാണെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്തിട്ട് ഇവരൊരു സംഘടനയുടെ പേരിലേക്ക് വരുന്നു. TTP-ക്കൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവരങ്ങനെ ഒഴുക്കം മട്ടിലാണ് പറയുന്നത്. ഇവരങ്ങനെ പറയുമെങ്കിൽ പോലും ഇവരുടെ മാധ്യമങ്ങളാണ് പറയുന്നത് TTP-ക്ക് ആയുധം കൊടുക്കുക. കാരണം TTP-ക്ക് ആയുധം ഇന്ത്യ കൊടുക്കുന്നു എന്ന് പറയാൻ ഇവരുടെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിഷ് നേരത്തെ പറഞ്ഞത് തന്നെ, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ സഹായം ചെയ്യുന്നുണ്ട്, ആയുധമല്ല കൊടുക്കുന്നത്, മരുന്നും ഭക്ഷണവും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവര് പറയുന്നത് ആയുധമാണെന്നാണ് പറയുന്നത്. ഇത് സാധനം ഇവരുടെ ബ്രാഞ്ചാണ് TTP എന്ന് പറയുന്നത്, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ. അതായത് അവർ പാകിസ്ഥാനിൽ ഒരു താലിബാൻ ഭരണം കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്നവരാ. അവർക്ക് കൊടുക്കുന്നത് ഇവരാണ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക്. അപ്പൊ അഫ്ഗാൻ വഴി ഇത് സപ്ലൈ ചെയ്യുന്നു. അഫ്ഗാന്റെ ബ്രാഞ്ചുകളാണ്, പ്രോക്സികളാണ് ഈ TTP ഒക്കെ. അപ്പൊ സ്വാഭാവികമായി TTP നിന്ന് പിരിഞ്ഞു പോയി ഇപ്പൊ TTP ലയിച്ച ഈ സംഘടന അതിലേക്ക്. അപ്പൊ ഇപ്പോൾ അവർ സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് അവരുടെ ഈ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അവർ പറയുന്നത് ജമാഅത്തുൽ അസറിന്റെ ഖാരിജികളാണ്, അതായത് ഈ ഭീകരന്മാരാണ്, അതിന്റെ പടയാളികൾ ആണ് ഈ ഇത് നടത്തിയിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇന്ത്യ ഉടൻ തന്നെ ഇന്നലെ നമ്മുടെ വിദേശകാര്യമന്ത്രി മന്ത്രാലയത്തിന്റെ വക്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ നാട്ടിലെ കാര്യം നോക്കൂ, നിങ്ങൾ തൊടുന്നതിനും പിടിക്കുന്നതൊക്കെ ഞങ്ങളെ ഈ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? പക്ഷെ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒരു സംഘടനയുടെ പേര് പറഞ്ഞ് ഇന്ത്യയുടെ പ്രോക്സിയാണ് എന്ന് പറയുന്നു. ഇന്ത്യയുടെ പ്രോക്സിയാണെന്ന് നമുക്കറിയില്ല. കാരണം ഈ സംഘടന തന്നെ ഇവരുടെ ലക്ഷ്യങ്ങൾ ഉണ്ട് ഈ സംഘടനയുടെ. അതാണ് ഇതിലും വിചിത്രം. ശരീഅത്ത് നിയമം നടപ്പാക്കുക, പിന്നെ അങ്ങനെയൊക്കെയുള്ള അത് കടുത്ത മതമൗലികവാദ സംഘടനയാണ്. ഇതെങ്ങനെയാണ് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന സംഘടനയായി മാറുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ആരോപണമായി വന്നിരിക്കുന്നു. ഇപ്പൊ ഇതുവരെ നമ്മൾ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വിളയാട്ടമാണെങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു. അവരെ തീർക്കാൻ നമ്മൾ ഭീകര സംഘടനയെ തന്നെ രംഗത്തിറക്കുന്നു എന്നാണ് ഇപ്പോൾ അവർ പറയുന്ന വാദം. ഇത് ഈ അടുത്ത കാലത്തായിട്ടാണ് ഇങ്ങനത്തുള്ള വാദങ്ങൾ പാകിസ്ഥാൻ കൊണ്ട്, ഇതിനു മുമ്പില്ലായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചാലും ഇന്ത്യക്കെതിരെ അവർ ആരോപണം ഉന്നയിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ സജീവമായിട്ട് ആരോപണം ഉന്നയിക്കുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാബൂളുമായിട്ട്, അതായത് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പൊ നമ്മൾ അടുത്ത ബന്ധമാണ്. അഫ്ഗാന്റെ ഒരു മന്ത്രി ഇവിടെ വരികയും ഒരാഴ്ചയോളം ഇവിടെ തന്നെ താമസിക്കുകയും പല സ്ഥലങ്ങളിൽ പോവുകയും വളരെ ചർച്ചകൾ നടത്തുകയും നമ്മൾ പോകാൻ നേരത്തൊരു 100 ആംബുലൻസ് കൊടുത്ത് വിടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ അവരുടെ എംബസിയിൽ താലിബാന്റെ ഉദ്യോഗസ്ഥരെ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വിസ കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കും. കാരണം വിസ കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വശമുണ്ട്. പാകിസ്ഥാൻ നമ്മളുമായിട്ട് ഇപ്പോൾ വിസ പരിപാടി ഇല്ല. അപ്പൊ അവിടുന്ന് വരുന്ന രോഗികൾക്കൊന്നും മറ്റും അവരെ സംബന്ധിച്ച് അവരുടെ അമേരിക്കയായിരുന്നു ഇന്ത്യ, ഈ പാകിസ്ഥാനികളെ സംബന്ധിച്ച് ചികിത്സയ്ക്കും മറ്റുമൊക്കെ. അപ്പം അത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ വിസ എന്തു പറ്റി? അഫ്ഗാനിസ്ഥാൻ കൊടുക്കാം, നിങ്ങൾ അവിടുന്ന് വന്നിട്ട് വളരെ തുച്ഛമായ രീതിയിൽ ചികിത്സിച്ചിട്ട് പോകാൻ പറ്റും, നല്ല അടിപൊളി ചികിത്സ കിട്ടുകയും ചെയ്യും, തുച്ഛമായ രീതിയിൽ ചികിത്സിച്ചിട്ട് പോകാൻ പറ്റും. പിന്നെ അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ അവരുടെ കച്ചവടം ചെയ്യാനുള്ളത്, ഇതെല്ലാം ചെയ്തു കൊടുക്കാനുള്ള വിസ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു. അതായത് പാകിസ്ഥാനിൽ നമ്മൾ എന്തൊക്കെയായിരുന്നോ നേരത്തെ ചെയ്തിരുന്നത്, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് എന്തൊക്കെയായിരുന്നോ ആ സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു, അത്രയേ ഉള്ളൂ. ഇതെല്ലാം കുറച്ചുകൂടെ അടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട്. ഈ ഒരു ബന്ധം വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇനി ദുരന്തർ 4 ഇറങ്ങിയാൽ മാത്രമേ ഇത് സത്യമാണോ അല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ദുരന്തർ 3 വരെയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ദുരന്തർ 4 വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതിനകത്ത് വല്ലതും വരുമോ ഇല്ല എന്നുള്ളത്. 3 ഇനി വരാനുള്ളത്. ദുരന്തർ 3 വരുമ്പോഴേ ഇനി ഇതിന്റെ കൂടുതൽ കഥ അറിയാൻ പറ്റത്തില്ല എന്താന്നുള്ളത്. പക്ഷെ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഒഫീഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും, ഇന്ത്യക്ക് ഒരു പ്രോക്സി ഇല്ല ലോകത്തെങ്ങും. ഇന്ത്യ ആരെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മാനുഷികപരമായി നമ്മൾ ബലൂചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം അവിടെ മാനുഷിക ധ്വംസനം നടക്കുന്നുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. POK പാക് അധിവാസ കാശ്മീരിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ സംഘടനകളെ അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, പകരം അവിടുത്തെ ഈ മാനുഷിക അവകാശങ്ങൾ ധ്വനിക്കപ്പെടുന്നതിനകത്ത് അവിടെ പാവപ്പെട്ടവർ മരിക്കുന്ന നമ്മൾ വിഷമങ്ങളും നമ്മൾ അറിയിക്കുന്നത്.
ഈ രണ്ടിടത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പോലും നമ്മൾ താലിബാനെ അല്ല പിന്തുണയ്ക്കുന്നത്. താലിബാനിൽ കൊല്ലപ്പെടുന്ന സാധാരണപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെയാണ് അവരെയാണ് നമ്മൾ പിന്തുണയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും ഇന്ന് ആദ്യമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കൃത്യമായ ഒരു പേര് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ന സംഘടന, ആ സംഘടനയുടെ പേരാണ് ജമാഅത്തുൽ അസർ എന്ന് പറയുന്ന ഈ സംഘടന ഇന്ത്യയുടെ പ്രോക്സിയാണ്. അതിനവർ പറയുന്ന അതിന്റെ ഒരു ലോജിക്കലി അവർ പറഞ്ഞ കാര്യം 2014 ഇത് രൂപീകരിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് രൂപീകരിക്കുന്നത്? TTP നിന്നാണ്. TTP ആരാ? അത് പണ്ടുതൊട്ടേ അവർ പറയുന്നുണ്ട് ഇന്ത്യയുടെ പ്രോക്സിയാണ്. അതിൽ നിന്നൊരു പ്രത്യേക വിഭാഗം അടരുന്നു മാറുന്നു, അവർ പണി നടത്തുന്നു. ഇപ്പൊ അവർ വീണ്ടും മാതൃ സംഘടനയിൽ ലയിക്കുന്നു. അവർ പറഞ്ഞു പണി നടത്താൻ വേണ്ടിയിട്ട്, പാകിസ്ഥാനുള്ളിൽ പണി നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേക സംഘടന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ വലിയ വാർത്തകൾ നൽകുന്നുണ്ട്, അവിടുത്തെ സർക്കാർ നിരന്തരം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ പണ്ട് കാലത്ത് ഇന്ത്യ എന്താണോ പാകിസ്ഥാനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്, കാരണം നമ്മൾ പറയുന്നത് ഫാക്റ്റ് ആണ്, അവിടുത്തെ ഭീകരരാണ് ഇവിടെ ഭീകരപ്രവർത്തനം നടത്തുന്നത്, നിങ്ങളുടെ ആളുകളാണ് ഞങ്ങൾ പിടിക്കുന്നത്. ഇവര് പിടിക്കുന്നില്ല, ആരെയും പിടിക്കുന്നില്ലെന്നത് പിടിച്ചവരുടെ ലിസ്റ്റുകൾ പുറത്തു വിടുന്നില്ല. ഇപ്പൊ നിരന്തരം പാകിസ്ഥാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഭീകരപ്രവർത്തനം നടത്തുന്നത് ഇന്ത്യയാണെന്നാണ് ഇവർ പറയുന്നത്. ഇത് പറയുന്നത്. ഇതൊരു വലിയ വാർത്തയാണ്. ഒരു അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ഇതൊരു വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞത് അത്രയും യാഥാർത്ഥ്യമാണ്. ഇനി ഇതിന്റെ രഹസ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് അറിയാൻ മേലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല.